അപ്പോൾ ഇനി നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് 106-ാമത്തെ പേജാണ്. എല്ലാവരും ബയോളജിയുടെ പുസ്തകം എടുക്കുക. കം ലെറ്റ് us see and study the path of evolution of life through fossils and skeletons. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? വരൂ, കം എന്ന് വെച്ചാൽ വരൂ, ഫോസിലുകളുടെയും അസ്ഥികൂടങ്ങളുടെയും ജീവപരിണാമ പാത കാണാൻ പഠിക്കാം. അതായത് ഫോസിലുകളിലൂടെയും അസ്ഥികൂടങ്ങളിലൂടെയും എങ്ങനെയാണ് ജീവൻ്റെ പരിണാമം ഉണ്ടായത് എന്ന് നമുക്ക് പഠിക്കാം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്കൊന്ന് നോക്കാം. ഇതിൻ്റെ അകത്ത് തുടങ്ങിയിരിക്കുന്നത് തന്നെയാണ്. ഡോണ്ട് യു നോട്ടീസ് വാട്ട് ഈസ് റിട്ടൺ അറ്റ് ദ എൻട്രൻസ് ഓഫ് എ മ്യൂസിയം? നിങ്ങൾ ശ്രദ്ധിച്ചോ എന്താണ് ആ മ്യൂസിയത്തിൻ്റെ പ്രവേശന കവാടത്തിൽ എഴുതിയിരിക്കുന്നതെന്ന്. അനലൈസ് ദ ഫോളോയിങ് experts from the scientific article determine if the development of structural framework of the body is sufficient to understand the evolution. എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? മ്യൂസിയത്തിൻ്റെ കവാടത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. ശരീരത്തിൻ്റെ ചട്ടക്കൂടിൻ്റെ വികസനം പരിണാമത്തെ മനസ്സിലാക്കുവാൻ പര്യാപ്തമാണോ എന്ന് ചുവടെ നൽകിയ ശാസ്ത്രലേഖനം വിശകലനം ചെയ്ത് കണ്ടെത്തൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായില്ലെങ്കിൽ ഞാനൊന്നുകൂടെ പറഞ്ഞു തരാം. ഓക്കെ, അനലൈസ് ദ ഫോളോയിങ് എക്സ്പേർട്ട്, അതായത് ഈ താഴെ കാണുന്ന ആ ശാസ്ത്രലേഖനത്തിൻ്റെ ഭാഗത്തെ വിശകലനം ചെയ്യുക. എന്നിട്ട് സയൻറ്റിഫിക് ആർട്ടിക്കിളിനെ വിശകലനം ചെയ്ത് ഡിറ്റർമൈൻ തീരുമാനത്തിലെത്തുക. ഈഫ് ദ ഡെവലപ്മെൻറ്റ്, അതായത് പുരോഗമനം ഓഫ് ദ സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക്, അതായത് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സ്ട്രക്ചറൽ വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ചട്ടക്കൂടിൻ്റെ വികാസം. ഓക്കെ, ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രക്ചറൽ ഫ്രെയിംവർക്ക് എന്ന് വെച്ചാൽ ചട്ടക്കൂടിൻ്റെ വികാസത്തെ, ഡെവലപ്മെൻറ്റ് ഓഫ് സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബോഡി, അതായത് ശരീരത്തിനകത്തുള്ള ചട്ടക്കൂടിൻ്റെ വികാസം സഫിഷ്യൻറ്റ് ടു അണ്ടർസ്റ്റാൻഡ്, ആവശ്യത്തിന് പര്യാപ്തമാണോ? എന്തിനു വേണ്ടിയിട്ടാണ്? ഇവയുടെ ഈ ശാസ്ത്രലേഖന വിശകലനം ചെയ്ത് പരിണാമത്തെ കണ്ടെത്തുന്നതിന് ആവശ്യത്തിന് ഉള്ളതാണോ എന്ന് നമ്മളോട് വിശകലനം ചെയ്യുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ബോൺസ് ആൻഡ് എവല്യൂഷൻ എന്നുള്ളതാണ്. ഇപ്പോൾ അസ്ഥികളും പരിണാമവും എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, സ്റ്റഡി ഓൺ ദ ഫ്രെയിംവർക്ക് ഓഫ് ഓർഗാനിസം ഗീവ്സ് സെവറൽ എവിഡൻസ് ഫോർ ദ സയൻറ്റിഫിക് കൺസെപ്റ്റ് ദാറ്റ് ഓൾ ലിവിങ് ബീയിങ്സ് ഹാവ് ഇൻവോൾവ്ഡ് സീക്വൻസിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റഡി ഓൺ ദ ഫ്രെയിംവർക്ക് ഓഫ് ദ ഓർഗാനിസം ഗിവ് സെവറൽ എവിഡൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇന്ന് കാണപ്പെടുന്നത് എന്താണ്? നമ്മളുടെ പഠനവും എന്തിനേലുള്ള ഓർഗാനിസം ജീവികളിലുള്ള പഠനവും എന്താണ് നൽകുന്നത്? നിരവധി തെളിവുകൾ നമുക്ക് നൽകുന്നു. എന്താണ്? സ്റ്റഡി ഓൺ ദ ഫ്രെയിംവർക്ക്, അതായത് ജീവജാലങ്ങളുടെ ചട്ടക്കൂടുകളെക്കുറിച്ചുള്ള പഠനം നമുക്ക് നിരവധി എവിഡൻസ്, തെളിവുകൾ നൽകുന്നു. എന്ത്? സയൻറ്റിഫിക് കൺസെപ്റ്റ് ദാറ്റ് ഓൾ ലിവിങ് ബീയിങ്സ് ഹാവ് ഇവോൾവ്ഡ് സീക്വൻഷ്യലി, എല്ലാ ജീവജാലങ്ങളും എങ്ങനെയാണ്? ക്രമാനുഗതമായി പരിണമിച്ച് ഉണ്ടായവയാണ് എന്നുള്ള ഒരു അറിവ് നൽകുന്നു. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി. സ്റ്റഡി ഓൺ ദ ഫ്രെയിംവർക്ക് ഓഫ് ദ ഓർഗാനിസം, അതായത് ഓർഗാനിസത്തിൻ്റെ ഫ്രെയിംവർക്കിനെ കുറിച്ചുള്ള, ചട്ടക്കൂടിനെ കുറിച്ചുള്ള പഠനം നമുക്ക് നിരവധിയായ തെളിവുകൾ തരുന്നു. സെവറൽ എവിഡൻസ് ഓൺ സയൻറ്റിഫിക് കൺസെപ്റ്റ് എന്നാണ് ശാസ്ത്രീയമായ കാര്യത്തെ മനസ്സിലാക്കുന്നത്. ദാറ്റ് ഓൾ ലിവിങ് ബീയിങ്സ്, എല്ലാ ജീവജാലങ്ങളും ഇവോൾവ്ഡ് സീക്വൻഷ്യലി, ക്രമാനുഗതമായിട്ട് ഇവോൾവ് ചെയ്യപ്പെട്ടവയാണ് എന്നതിൻ്റെ തെളിവുകൾ നൽകുന്നു. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൈഡ്രോസ്കെൽട്ടൻ ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ഓർഗാനിസം ലൈക്ക്. ഹൈഡ്രോസ്കെൽട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഹൈഡ്രോസ്കെൽട്ടൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജലം ശരീരത്തിൻ്റെ അറകളിൽ ശേഖരിച്ച് വെച്ചുകൊണ്ട് സ്കെൽട്ടൻ രൂപപ്പെടുന്നതിനെയാണ് ഹൈഡ്രോസ്കെൽട്ടൻ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈഡ്രോസ്കെൽട്ടൻ ഹെൽപ്പ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് ലൈക്ക്, ചില ഓർഗാനിസങ്ങൾ ഏതെല്ലാമാണ്? ജെല്ലി ഫിഷ്, എർത്ത് തുടങ്ങിയ ഓർഗാനിസംസിന് സഹായിക്കുന്നു. ഓർഗാനിസംസ് ലൈക്ക് ക്രാബ്സ് ആൻഡ് മസ്ലിൽസ് ഹാവ് എക്സോസ്കെൽട്ടൻ, അതായത് കക്കകൾക്കും അതുപോലെ തന്നെ ഞണ്ടുകൾക്കും എന്താണ്? ബാഹ്യമായിട്ടുള്ള സ്കെൽട്ടനുകളാണുള്ളത്, അല്ലെങ്കിൽ എക്സോസ്കെൽട്ടനാണ് ഉള്ളത്. ഓൾസോ അപ്പിയർഡ് ഗ്രാജുവലി അലോങ് ദിസ് ഓർഗാനിസം. എന്താണ്? ഈ ബാഹ്യമായിട്ടുള്ള സ്കെൽട്ടനുള്ള ജീവജാലങ്ങൾ, ഹൈഡ്രോസ്കെൽട്ടനുള്ള ജീവജാലങ്ങൾ ആദ്യം വന്നതിന് ശേഷം അതിൻ്റെ തുടർച്ചയായിട്ട് പ്രത്യക്ഷപ്പെട്ടു. ലേറ്റർ വെർട്ടബ്രേറ്റ് ഓർഗാനിസംസ് വിത്ത് എൻഡോസ്കെൽട്ടൻ ഇവോൾവ്ഡ്. പിന്നീടാണ് എന്ത് സംഭവിക്കുന്നത്? വെർട്ടബ്രേറ്റ് ഓർഗാനിസം. എന്താണ് വെർട്ടബ്രേറ്റ് ഓർഗാനിസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ആന്തരാസ്ഥികൂടമുള്ള ജീവികൾ ഉരുത്തിരിഞ്ഞു വന്നു. ആന്തരാസ്ഥികളുള്ള ജീവികൾ എപ്പോഴാണ് വന്നത്? ആദ്യം ഹൈഡ്രോസ്കെൽട്ടൻ വന്നു, അത് കഴിഞ്ഞ് എക്സ്ട്രോസ്കെൽട്ടൻ വന്നു, അത് കഴിഞ്ഞ്
എൻഡോസ്കെൽട്ടൻ ജീവികൾ വന്നു. ഓക്കെ, അപ്പം അത് ഒന്നൊന്നായിട്ടാണ് ഉരുത്തിരിഞ്ഞ് വന്നത് എന്നാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. ഇനി എന്താണ് എൻഡോസ്കെൽട്ടൻ ഇവോൾവ്? എൻഡോസ്കെൽട്ടൻ പ്രൊവൈഡഡ് മോർ ഫ്ലെക്സിബിലിറ്റി ആൻഡ് മൂവ്മെൻറ്റ് ആൻഡ് ഓൾസോ സപ്പോർട്ടഡ് ദെയർ ലാർജ് ബോഡീസ്. ഓക്കെ, എൻഡോസ്കെൽട്ടൻ്റെ ഒരു പ്രത്യേകത എന്താണ്? അവയ്ക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി കൊടുത്തു, ചലനാത്മകത കൊടുത്തു, അതുപോലെ തന്നെ അതിൻ്റെ ബോഡിയെ എന്ത് ചെയ്തു? സഹായിച്ചു. എന്തിനു വേണ്ടിയിട്ടാണ്? സപ്പോർട്ട് ചെയ്തു, താങ്ങി നിർത്തുന്നതിനായിട്ട് സഹായിച്ചു. ബൈപ്പഡൽ വാക്കിംഗ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫ്രേസ് ഇൻ ദ ഹ്യൂമൻ എവല്യൂഷൻ. അപ്പോൾ ഹ്യൂമൻ എവല്യൂഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? ബൈപ്പഡൽ വാക്കിംഗ്, അതായത് രണ്ട് കാലുകളിൽ നടക്കുവാനായിട്ട് സഹായിക്കുന്ന ജീവജാലങ്ങളുടെ ആവിർഭാവം മനുഷ്യൻ്റെ ഉൽപ്പത്തിക്ക് കൂടുതൽ സഹായമായിട്ട് വന്നു. രൂപത്തിന് വരുന്നതിന് വേണ്ടി, എവല്യൂഷന് വേണ്ടിയിട്ട് പരിണാമത്തിന് സഹായിച്ചു. സച്ച് ചേഞ്ച് ഇൻ ദ സ്കെൽട്ടൻ സിസ്റ്റം ഹെൽപ്ഡ് ഹ്യൂമൻ ബീയിങ്സ് ടു ട്രാവൽ ലോങ് ഡിസ്റ്റൻസ്. ഇത്തരത്തിൽ ബൈപ്പഡൽ ട്രാവലിംഗ് മനുഷ്യന് എന്തുപറ്റി? പ്രദേശങ്ങളിലേക്കുള്ള സഞ്ചാരത്തിനായിട്ട് സഹായിച്ചു. ഡിസ്റ്റൻസസ് ആൻഡ് ഫൈൻഡ് സ്യൂട്ടബിൾ ഹാബിറ്റേറ്റ്. അതുപോലെ തന്നെ എന്താണ്? അനുയോജ്യമായിട്ടുള്ള ആവാസ വ്യവസ്ഥ കണ്ടെത്തുന്നതിനും സഹായിച്ചു. ഇത്തരം മാറ്റങ്ങൾ മനുഷ്യനെ സഹായിച്ചു. ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഹ്യൂമൻ റേസ്, അതുപോലെ തന്നെ മനുഷ്യവംശത്തിൻ്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടും അത് കൂടുതലായിട്ട് സഹായിച്ചു. ഓക്കെ, മനുഷ്യവ്യവസ്ഥൻ്റെ എന്താണ്? വികസിക്കുന്നത്. എക്സ്പാൻഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വികസനത്തിനും സഹായിച്ചു. ഓക്കെ, ഇനി നമ്മൾ അടുത്ത പേജിലേക്ക് പോവുകയാണ്. 107ാമത്തെ പേജാണ് എടുക്കുക എല്ലാവരും. 107ാമത്തെ പേജ് എടുത്തു കഴിയുമ്പോൾ എന്താണ് കാണുന്നത്? വേർ ഡു ദ ഹ്യൂമൻ ബീങ്സ് കം ഫ്രം? എവിടെ നിന്നാണ് മനുഷ്യവംശം, എവിടെ നിന്നാണ് മനുഷ്യൻ വരുന്നത് അല്ലെങ്കിൽ ആവിർഭവിച്ചത്? ഓക്കെ, ഹൗ ആർ റിലേറ്റഡ് ടു ഹോമിനിൻസ് ഹൂ ബിക്കം എക്സ്റ്റിൻറ്റ്? എങ്ങനെയാണ് മനുഷ്യൻ ഹോമിനിയൻസിനോട് റിലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്? എങ്ങനെയാണ് എക്സ്റ്റിങ്ക്റ്റ് എന്ന് വെച്ചാൽ വംശനാശം സംഭവിച്ച ഹോമീനുകളുമായിട്ട് മനുഷ്യവംശം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനി തന്നിരിക്കുന്നത് പാഠഭാഗം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫ് ഹിസ്റ്ററി ഓഫ് ബോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലൈഫ് ഹിസ്റ്ററി ഓഫ് ബോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അസ്ഥികളിൽ നിന്ന് ജീവചരിത്രം, അല്ലെങ്കിൽ ലൈഫ് ഹിസ്റ്ററി ഓഫ് ബോൺസിലെ അസ്ഥികളിൽ നിന്ന് ജീവചരിത്രം എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്. ഓക്കെ, നമ്മൾ ഏത് പേജാണ് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? 107ാമത്തെ പേജാണ്. ഓക്കെ, ഇനി നമ്മൾ വേണമെന്ന് ദ സയൻറ്റിഫിക് കൺസെപ്റ്റ് ദാറ്റ് പ്രൊവൈഡ്സ് എ കോംപ്രഹെൻസീവ് എക്സ്പ്ലനേഷൻ അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ് ദാറ്റ് evolved on each other millions of years is called evolution of life. അപ്പോൾ എവല്യൂഷൻ ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ എന്താണ്? എവല്യൂഷൻ ഓഫ് ലൈഫ് എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സയൻറ്റിഫിക് കൺസെപ്റ്റ്. ഇതൊരു ശാസ്ത്രീയമായ നിഗമനങ്ങളാണ്, അല്ലെങ്കിൽ ഒരു കൺസെപ്റ്റാണ്. ദാറ്റ് പ്രൊവൈഡ്സ്, അത് നൽകുന്നു, എ കോംപ്രഹെൻസീവ് എക്സ്പ്ലനേഷൻ, അത് ലഘുവായിട്ടുള്ള അല്ലെങ്കിൽ അത് ശരിയായ രീതിയിൽ ക്രമീകരിച്ചിട്ടുള്ള എന്തിനെക്കുറിച്ചാണ്? സമഗ്രമായിട്ടുള്ള, കോംപ്രഹെൻസീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമഗ്രമായിട്ടുള്ള ഒരു വിശദീകരണം നൽകുന്നു. കോംപ്രഹെൻസീവ് എക്സ്പ്ലനേഷൻ അബൌട്ട് ദ ഫോർമേഷൻ ഓഫ് ദ ഡൈവേഴ്സിറ്റി ഓഫ് ലൈഫ്. എന്തിനെക്കുറിച്ച്? മനുഷ്യൻ്റെ അല്ലെങ്കിൽ ജീവൻ്റെ രൂപവർണ്ണത്തെക്കുറിച്ച് സമഗ്രമായ ഒരു വിശദീകരണം നൽകുന്നു. എവിടെ? ഭൂമിയിൽ രൂപപ്പെട്ടു വന്നതിൻ്റെ, എവോൾവ് ചെയ്തതിനെക്കുറിച്ച്. അപ്പം എന്താണ് ചെയ്യുന്നത്? സമഗ്രമായ ഒരു വിശദീകരണം ജീവൻ പരിണമിച്ച് എത്തിച്ചേർന്നിരിക്കുന്നതിനെക്കുറിച്ച് നൽകുന്നു. അപ്പം ഈ പറയുന്ന കാര്യം നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക. എന്താണ് ഈ പറയുന്നത് പോലെ എവല്യൂഷൻ എന്ന് ചോദിച്ച ഓഫ് ലൈഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ശാസ്ത്രീയമായിട്ടുള്ള കോംപ്രഹെൻസീവ് എക്സ്പ്ലനേഷൻ എബൌട്ട് ദ എവല്യൂഷൻ ഓഫ് ലൈഫ് എന്തിനെക്കുറിച്ച്? ഓൺ എർത്ത്, അതായത് സമഗ്രമായിട്ടുള്ള ഒരു വിശദീകരണമാണ്. എന്തിനെക്കുറിച്ച്? ജീവൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ചും അതിൻ്റെ പരിണാമത്തെക്കുറിച്ചുമായിട്ട് ശാസ്ത്രീയമായിട്ട് നൽകുന്ന വിവരണത്തെയാണ് എന്ത് പറയുന്നത്? എവല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, the pictures of evolution of life is made up of many evidences from various phases such as genetics, embryology, paleontology or the study of fossil. അതായത് ഈ എവല്യൂഷനെ കുറിച്ച്, ജീവൻ്റെ പരിണാമത്തെക്കുറിച്ചുള്ള പഠനം പലതരത്തിലുള്ള എവിഡൻസുകൾ, തെളിവുകളുടെ സഹായത്തിലാണ് നടക്കുന്നത്. പലതരത്തിൽ പല ശാസ്ത്രശാഖകളിലുള്ള തെളിവുകളുടെ സഹായത്തിലാണ് നടക്കുന്നത്. ഏതെല്ലാമാണ്? സച്ച് ആസ് ജനറ്റിക്സ്,
പിന്നെ അത് ഏതെല്ലാമാണ് അതിനകത്ത് ഉൾക്കൊള്ളുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒന്ന് നിർമ്മിച്ചിരിക്കുന്നത്, ഒന്ന് ഫോസിലുകളുടെ പഠനം, രണ്ടാമതായിട്ട് പിന്നെ എന്താണ്, ഫോസിലുകളുടെ പഠനമുണ്ട്, പാലിയന്റോളജി ഉണ്ട്, ജനിതക ശാസ്ത്രമുണ്ട്, ഭ്രൂണശാസ്ത്രമുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഓരോ ശാസ്ത്രത്തിൻ്റെയും സഹായത്തോടു കൂടിയാണ് എവല്യൂഷൻ നമ്മൾ മനസ്സിലാക്കുന്നത്. സച്ച് ആസ് ജെനറ്റിക്സ് ഉണ്ട്, എംബ്രിയോളജി ഭ്രൂണശാസ്ത്രമുണ്ട്, പാലിയന്റോളജി ഉണ്ട്, സ്റ്റഡി ഓഫ് ദ ഫോസിൽസ് ഉണ്ട്, അസ്ഥികൂടങ്ങളുണ്ട്. ഇവയെ എല്ലാം അടിസ്ഥാനപ്പെടുത്തി പഠിച്ചുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പഠിക്കുന്നത്. ദ സ്റ്റഡി ഓഫ് ഫോസിൽ ഈസ് ആൻ എഫക്റ്റീവ് മീൻസ് ഓഫ് സ്റ്റഡി ദാറ്റ് ഷെഡ്സ് ലൈറ്റ് ടു ദ പാസ്റ്റ്. അതായത് ഈ ഫോസിലുകളുടെ പഠനം എന്താണ്, ഏറ്റവും നല്ലതായിട്ടുള്ള ഒന്നാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള, പ്രാചീന കാലത്തേക്ക് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് ശരിയായ രീതിയിൽ പഠിക്കുന്നതിനോട്ടുള്ള ഒരു നല്ല ഫലവത്തായ പഠന മാർഗമാണ് എന്ത്, ഫോസിലുകളെക്കുറിച്ചുള്ള പഠനം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കുക. ഇനി എന്താണ് പറയാനായിട്ട് പോകുന്നത്? The study of fossils ranging from simple structure bacteria to complex structured organism includes dinosaurs and animals tells the story about dynamic nature of life. അതായത് ഫോസിലുകളുടെ പഠനം ഏതിനെ, ബാക്ടീരിയയുടെ ഫോസിൽ മുതൽ എന്താ പറയുന്ന ഡൈനാമിക് സ്ട്രക്ചറായിട്ട് കോംപ്ലക്സ് സ്ട്രക്ചറായിട്ടുള്ള ഡിനോസറിൻ്റെ ഫോസിലുകൾ വരെ നമ്മൾ പഠിക്കുന്നത് എന്താണ്, ജീവൻ്റെ ഡൈനാമിക് നേച്ചറിനെ കുറിച്ച് നമുക്ക് എന്ത് പറയുന്നു, ജീവൻ്റെ ചലനാത്മക സ്വഭാവത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിശദമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നു. എങ്ങനെ, സയൻറ്റിഫിക്കലി ആയിട്ട്. The study includes fossils helps to explain scientifically the evolution of interrelationship of all living organisms. എന്താണ്, അതുപോലെ തന്നെ ഈ ഫോസിലുകളെ കുറിച്ചുള്ള പഠനം എങ്ങനെയാണ് ജീവജാലങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മളെ വിശദമായിട്ട് സഹായിക്കുന്നു. പഠിക്കുവാനായിട്ട് എങ്ങനെയാണ് ആ പരസ്പര ബന്ധത്തെ അനുമാനപ്പെടുത്തി ഇരിക്കുന്നത് എന്നും നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഓർഗാനിസം ബേസ്ഡ് ഓൺ ദ ഒബ്സർവേഷൻ എവിഡൻസ് ആൻഡ് സയൻറ്റിഫിക് അനാലിസിസ്. ഇതിന് വേണ്ടിയിട്ട് എന്തെല്ലാമാണ്, തെളിവുകളും നിരീക്ഷണങ്ങളും ശാസ്ത്രീയമായ തെളിവുകളും എല്ലാമാണ് ഉപയോഗിക്കുന്നത്. അസംഷൻസ് ഓർ സ്പെക്കുലേഷൻ. ഇവിടെ ഒരിക്കലും നമ്മൾ ഒരു അസംഷനോ സ്പെക്കുലേഷനോ നമ്മൾ അതിന് വേണ്ടിയിട്ട് എടുക്കുന്നില്ല. കാരണം എന്താണ്, ഇവിടെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്നത് വ്യക്തമായിട്ടുള്ള ആ തെളിവുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് എന്താണ് പറയുന്നത്, ദ പ്രോസസ് ഓഫ് എവല്യൂഷൻ ഓഫ് ലൈഫ് ഹെൽപ്സ് ഇൻ ഐഡൻറ്റിഫൈയിങ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദ സയൻറ്റിഫിക് എൻക്വയറി ഓഫ് റിവീലിംഗ് ദ മിസ്റ്റീരിയസ് നേച്ചർ ആൻഡ് ദ റോൾ ഓഫ് സയൻസ് ഇൻ ഫോർമുലേറ്റിംഗ് ഇൻഫ്ലുവൻസസ് ബേസ്ഡ് ഓൺ എവിഡൻസ്. അതുപോലെ തന്നെ എന്താണ്, ഈ പ്രോസസ് ഓഫ് എവല്യൂഷൻ ഓഫ് ലൈഫ്, അതായത് ഈ ജീവൻ്റെ പരിണാമത്തെക്കുറിച്ചുള്ള പഠനം എന്താണ് ചെയ്യുന്നത്, വളരെ പ്രധാനപ്പെട്ടാണ്. ഈസ് ഇമ്പോർട്ടൻ്റ് ഓഫ് സയൻറ്റിഫിക് എൻക്വയറി, അത് ശാസ്ത്രീയമായിട്ടുള്ള അന്വേഷണത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. റിവീലിംഗ് ദ മിസ്റ്റീരിയസ് നേച്ചർ, അതായത് മിസ്റ്ററി ആയിട്ടുള്ള, അതായത് രഹസ്യാത്മകതമായിട്ടുള്ള ഒത്തിരി നമുക്ക് അറിയപ്പെടാത്ത ഒത്തിരി കാര്യങ്ങൾ, സ്വഭാവങ്ങൾ, ദ റോൾ ഓഫ് സയൻസ് നമുക്ക് എന്ത് ചെയ്യുന്നു, നിഗമനങ്ങളിൽ എത്തിച്ചേർന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ദ സ്വീഡിഷ് എവല്യൂഷണറി സയൻറ്റിസ്റ്റ്, അതായത് സ്വീഡൻകാരനായിട്ടുള്ള എവല്യൂഷണറി സയൻറ്റിസ്റ്റ്, അതായത് ഈ എവല്യൂഷനെ കുറിച്ച് പഠിക്കുന്ന ആ ശാസ്ത്രജ്ഞൻ, അദ്ദേഹത്തിൻ്റെ പേരെന്താണ്, അദ്ദേഹത്തിൻ്റെ പേര് സ്വാൻഡോ പാബോ എന്ന സ്വീഡിഷ് പരിണാമ ജനിതക ശാസ്ത്രജ്ഞൻ. അദ്ദേഹം എന്താണ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം ഇവയെക്കുറിച്ച് പഠിച്ചു. DNA, അപ്പോൾ അദ്ദേഹം ചെയ്ത പരിപാടി എന്താണ് ചെയ്തത്, അനലൈസ് DNA എക്സ്ട്രാക്റ്റഡ് ഫ്രം ആൻഷ്യൻ്റ് പീസ് ഓഫ് ബോൺ ആൻഡ് മെയ്ഡ് ക്രൂഷ്യൽ ഡിസ്കവറീസ്. അദ്ദേഹം വളരെ പ്രാചീന കാലത്തുള്ള ഒരു അസ്ഥിയിൽ നിന്നും അതിൻ്റെ DNA എക്സ്ട്രാക്ട് ചെയ്ത് ചില കണ്ടുപിടുത്തങ്ങൾ നടത്തി. എബൌട്ട് ദ ജനറ്റിക് സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹ്യൂമൻ ആൻസസ്റ്റേഴ്സ് ആൻഡ് മോഡേൺ മാൻ. അതായത് എന്താണ്, മനുഷ്യൻ്റെ പൂർവികരായിട്ടുള്ള ജീവജാലങ്ങളും ആധുനിക മനുഷ്യനും തമ്മിലുള്ള ചില ബന്ധങ്ങളെക്കുറിച്ച് ഈ പ്രാചീന കാലത്തുള്ള ജീവജാലങ്ങളുടെ എല്ലിൽ നിന്നും DNA എടുത്ത് അദ്ദേഹം പഠിച്ച് കണ്ടെത്തി. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ മോഡേൺ ടെക്നോളജി, വിത്ത് റിട്രീവ്സ് ആൻഡ് അനാലിസിസ് DNA from fossils, he laid the foundation for a branch of science called പാലിയോജീനോമിക്സ്. അതായത് ഇത്തരത്തിലുള്ള പഠനം, ഈ ഫോസിലുകളിൽ നിന്നുള്ള പഠനത്തിൻ്റെ പരിണിത ഫലമായിട്ട് അദ്ദേഹം പുതിയ ഒരു ശാസ്ത്രശാഖയ്ക്ക് രൂപം നൽകി. ആ ശാസ്ത്രശാഖയുടെ പേരാണ് പാലിയോജീനോമിക്സ് എന്ന് പറയുന്നത്. ഹി വാസ് അവാർഡഡ് നോബൽ പ്രൈസ് ഇൻ 2022. അദ്ദേഹം 2022 നോബൽ പ്രൈസ് നൽകി ഫോർ ഹിസ് ലേറ്റസ്റ്റ് ഡിസ്കവറീസ് ഇൻ ദ ജീനോം ഓഫ് എക്സ്റ്റിൻറ്റ്
ഹോമിനിൻസ് ആൻഡ് എബൌട്ട് ഹ്യൂമൻ എവല്യൂഷൻ. അതായത് അദ്ദേഹത്തിന് എന്തിലാണ് നോബൽ പ്രൈസ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വംശനാശം സംഭവിച്ചിരിക്കുന്ന ഹോമിനിൻസ് ആൻഡ് എബൌട്ട് ഹ്യൂമൻ എവല്യൂഷൻ, ഹോമിനിൻസും ഹ്യൂമൻ്റെ പരിണാമം, മനുഷ്യൻ്റെ പരിണാമത്തെക്കുറിച്ചുള്ള പഠനത്തിന് അദ്ദേഹത്തിന് 2022 എന്ത് കൊടുത്തു? നോബൽ സമ്മാനം കൊടുത്തു. ഐ സപ്പോസ് ഈ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു.